ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ഹാസ് ഹാവ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാമിലി ഉണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസാണ് ഇനി അങ്ങോട്ടുള്ളത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹാസ് ഹാവ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ. കാരണം അത്രത്തോളം സെൻറ്റൻസുകളിലാണ് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യണത്. അപ്പോൾ ഹാസ് ഹാവിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷേ അത് ഞാൻ ഓരോരോ ക്ലാസ്സുകളായിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഹാസ് ഹാവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹാസ് ഹാവിൻ്റെ സെക്ഷനിലേക്കല്ല നമ്മളിപ്പോൾ പോകണേ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാസ് ടു ഹാവ് ടു എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ കൂടെ എപ്പോഴും V1 ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സാധാരണ ഹാസ് ഹാവിൽ എപ്പോഴും നമ്മൾ V3 ഫോമിലേക്ക് കിടക്കും. പക്ഷേ ഈ ഹാസ് ടു ഹാവ് ടുവിൽ മാത്രം എക്സെപ്ഷനിലാണ്. ഇതിൽ നമ്മൾ V1 ഫോം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ സ്ട്രക്ചറിലൊന്നും വ്യത്യാസം വരാത്തതുകൊണ്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്തയിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഹാസ് ടു ഹാവ് ടു ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാര്യം ഒരാളോട് ഉറപ്പിച്ച് പറയാനായിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ പറയാൻ പോയേ പറ്റുള്ളൂ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയോ എന്നെനിക്കറിയില്ല. അതായത് ഒരു കാര്യം ഒരാളോട് ഉറപ്പിച്ച് പറയില്ലേ, നീ പോയേ പറ്റുള്ളൂ, നീ എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയില്ലേ ഉറപ്പിച്ച്. ഇപ്പം ഷുഡ് ചേർക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് പറയണേ, നീ അത് ചെയ്യണം അല്ലേ. ആ ഒരു സെയിം സാധനം തന്നെ ഒന്നും കൂടി എന്താണ് എക്സഗ്രേറ്റ് ചെയ്ത് പറയണം. നമ്മളെങ്ങനെ പറയില്ലേ, അതായത് നീ അത് ചെയ്തേ പറ്റുള്ളൂ, നീ അത് വന്നേ പറ്റുള്ളൂ, നീ അത് കഴിച്ചേ പറ്റുള്ളൂ, എങ്ങനെ പറയില്ലേ. അതല്ലാതെ നമുക്കിങ്ങനെ പറയാം, നീ അത് ചെയ്യണം, നീ അത് പോകണം, നീ അത് പറയണം എന്നൊക്കെ വളരെ ലൈറ്റായിട്ടും പറയാം. പക്ഷെ കുറച്ചും കൂടി നമ്മൾ എന്താണ് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ കുറച്ചും കൂടി ഒരു ഇമോഷണൽ ആയിട്ടൊക്കെ പറയില്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ടു ഹാവ് ടു യൂസ് ചെയ്യണത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പോകും. കാരണം കുറച്ചെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഈ ഷുഡ് മസ്റ്റൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പകരം എല്ലാത്തിനും പകരം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹാസ് ടു ഹാവ് ടു ആണ്. കാരണം ഹാസ് ടു ഹാവ് ടു പറയുമ്പോൾ സെൻറ്റൻസുകളിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഭംഗിയും ഒരു മീനിങ്ങും ഒരു ഇമോഷൻസും എല്ലാം കൂടി വരുന്നത് കൊണ്ട് ഈ ഹാസ് ടു ഹാവ് ടു യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്തിനു പകരം? ഷുഡിനും മസ്റ്റിനും പകരം. ഏതിനൊക്കെ പകരമാണ്? ഷുഡിനും മസ്റ്റിനും പകരം. അതായത് ഒരാളോട് ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് കുറച്ചും കൂടി ഒരു നേറ്റീവ് ലാംഗ്വേജിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോറിനേഴ്സൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഹാസ് ടു ഹാവ് ടു യൂസ് ചെയ്യാവുന്നതാണ്. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഫുഡ് ഒരാൾക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അയാളോട് പറയുകയാണ്, നീ ഇത് കഴിക്കണം, യു ഷുഡ് ഈറ്റ്. ക്ലിയർ ആണല്ലോ? ഞാൻ നേരെ തിരിച്ച് പറയുകയാണ്, നീ ഇത് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാനിവിടെ ഹാവ് ടു യൂസ് ചെയ്യണത്. യു ഹാവ് ടു ഈറ്റ്, നീ ഇത് കഴിച്ചേ പറ്റുള്ളൂ. അതാണ് ഡിഫറൻസ്. ഇപ്പോൾ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. പോയേ പറ്റുള്ളൂ, പറഞ്ഞേ പറ്റുള്ളൂ, വിളിച്ചേ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമുക്ക് ഈ ഹാസ് ടു ഹാവ് ടു യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എല്ലാം ഒന്ന് തന്നെ. SGV, സബ്ജക്റ്റ്, ഗ്രാമർ, വെർബ് അല്ലേ. അപ്പോൾ പോയേ പറ്റുള്ളൂ എങ്ങനെ പറയും? ഹാവ് ടു. പോവുക, ഗോ, ഹാവ് ടു ഗോ. പറഞ്ഞേ പറ്റുള്ളൂ, ഹാവ് ടു പറയുക, സേ, ഹാവ് ടു സേ. വിളിച്ചേ പറ്റുള്ളൂ, ഹാവ് ടു വിളിക്കുക, കോൾ, ഹാവ് ടു കോൾ. വിളിച്ചേ പറ്റുള്ളൂ. സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഇവിടെ ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. എന്താ? ഐ ഹാവ് ടു ഗോ, എനിക്ക് പോയേ പറ്റുള്ളൂ. യു ഹാവ് ടു സേ, നീ പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെന്താ പറയുക? ദേ ഹാവ് ടു കോൾ, അവർ വിളിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഹാസ്റ്റ് എവിടെ യൂസ് ചെയ്യുക? ഹാസ്റ്റ് യൂസ് ചെയ്യുന്നത് ഹീയും ഷീയും ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളത് നിയമമാണ് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം. ഇവിടെ ഹാസ് ടു ആണെങ്കിൽ ഹാസ് ടു ബൈ, വാങ്ങിയേ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഹാസ് ടു റീഡ്, വായിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിവിടെ വേറെ സബ്ജക്റ്റ് ആഡ് ചെയ്യണം. ഹാസ് ടു അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടും. അപ്പം ഞാനിവിടെ എന്ത് കൊടുക്കണം? ഹീ അല്ലെങ്കിൽ ഷീ. ഹി ഹാസ് ടു ബൈ, അവൻ വാങ്ങിയേ പറ്റുള്ളൂ. ഷീ ഹാസ് ടു റീഡ്, അവൾ വായിച്ചേ പറ്റുള്ളൂ. കണ്ട, ഇങ്ങനെയാക്കും. അതാണ് ഡിഫറൻസ്. ഇപ്പോൾ ഓക്കെ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ?
ഹാസ് ടു ഹാവ് ടു നമ്മൾ യൂസ് ചെയ്യണതിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ഒരാളോട് ചെയ്തേ പറ്റുള്ളൂ, വന്നേ പറ്റുള്ളൂ, പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറയാനാണ് നമ്മൾ ഹാസ് ടു ഹാവ് ടു എന്നുള്ള ഈ 2 കാര്യം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഹാവ് ടു നമ്മൾ ചേർക്കുന്നത് ഐ യു വി ഇതൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ചേർക്കും, ഹി ഷീറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കും എന്നുള്ളത് അതായത് കുറേ മുന്നേ ഞാൻ ഇതിൻ്റെ റൂളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊന്നും പഠിക്കാത്തവർ ജസ്റ്റ് നമ്മുടെ പുതിയ ചാനലിലേക്ക് പോവുക. അതിൻ്റെ അകത്ത് ആദ്യം മുതൽ നമ്മൾ റൂൾസൊക്കെ നിയമങ്ങളെല്ലാം പക്കയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചാനൽ കണ്ടിട്ട് ഇതും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഷീ ഹാസ് ടു റീഡ്, അവൻ വായിച്ചേ പറ്റുള്ളൂ. ഹി ഹാസ് ടു ബൈ, അവൻ വാങ്ങിയേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഹാസ് ടു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹീയും ഷീയും ആണ്. ഹീ ഷീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ടു ചേർക്കണം, ഐ യു ഇതേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ടു ചേർക്കണം എന്നുള്ളത് എന്താണ്, നിയമമാണ്. അപ്പോൾ ഐ ഹാവ് ടു ഗോ, എനിക്ക് പോയേ പറ്റുള്ളൂ. യു ഹാവ് ടു സേ, നീ പറഞ്ഞേ പറ്റുള്ളൂ. ദേ ഹാവ് ടു കോൾ, അവർ വിളിച്ചേ പറ്റുള്ളൂ. ഹി ഹാസ് ടു ബൈ, അവൻ വാങ്ങിയേ പറ്റുള്ളൂ. ഷി ഹാസ് ടു റീഡ്, അവൾ വായിച്ചേ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് ഈ ഹാസ് ടു ഹാവ് ടു കേട്ടോ. ഇനി നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ താഴെ കോമെൻറ്റ് ചെയ്യുക. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന്. ഓക്കെ, സോ താങ്ക് യു. English Bus. Learning Simplified.